നമസ്കാരം. മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ്. അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച വളരെ രസകരമായ രീതിയിലുള്ള മൂവ്മെന്റുകളൊക്കെയാണ് നടത്തിയത്. നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കുമ്പോൾ തന്നെ കാണാം. അതായത് ഞാൻ 5 മിനിറ്റ് ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വളരെയധികം വോളറ്റിലിറ്റി നിറഞ്ഞ ഒരു മാർക്കറ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം. അപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് കുതിക്കുക, അതുപോലെ തന്നെ അതേ നിമിഷം ചിലപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഒരു 200 പോയിന്റിന് താഴേക്കൊക്കെ വരുന്ന ഒരു പ്രതിഭാസമാണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ മാർക്കറ്റിൽ. കാരണം നമ്മളുടെ ഇലക്ഷൻ തന്നെയാണ് കാരണം. ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആയിരിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ചു, ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതിൽ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള മൂവ്മെന്റുകളൊക്കെ ആയിരിക്കും എന്നതാണ് സത്യം. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ ഇലക്ഷൻ വരുമ്പോൾ ആ രാജ്യത്തിന്റെ മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആവുക എന്നത് സാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടത് വിക്സ് ഇപ്പോൾ 13.69 എന്ന ഒരു കുഴപ്പമില്ലാത്ത ലെവലിൽ അല്ലെങ്കിൽ താഴ്ന്ന ലെവലിൽ നിൽക്കുകയാണ്. ഈ വിക്സ് നേരെ വളരെ ഉയരാൻ സാധ്യതയുണ്ട്. നമുക്കൊരു 15ലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ നല്ല രീതിയിൽ പ്രീമിയം ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു 18ൽ വന്നാലോ, 20ൽ വന്നാലോ, 25ൽ വന്നാലോ, 30ൽ വന്നാലോ, അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിലൊക്കെ 30ലൊക്കെ വന്നിട്ടുണ്ട് ഇലക്ഷൻ സമയത്ത് എന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ പലപ്പോഴും ഫാർ ഔട്ട് ഓഫ് ദ മണി എടുത്ത് ട്രേഡ് ചെയ്യുന്നവരും വളരെ ശ്രദ്ധയോടെ തന്നെ ട്രേഡുകൾ എടുക്കാൻ ശ്രമിക്കുക. ഓവറായിട്ടുള്ള ലോട്ടുകൾ എടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് മാർജിൻ ഫോളും മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഹൈലി വോളറ്റൈൽ ആവുന്ന മാർക്കറ്റിൽ ബ്രോക്കർ പലപ്പോഴും കൂടുതൽ പൈസ ആവശ്യപ്പെടും എന്ന കാര്യം പ്രത്യേകിച്ച് ഓപ്ഷൻ സെല്ലേഴ്സ് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഹെഡ്ജിംഗ് പൊസിഷനൊക്കെ ഇടുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഹെഡ്ജ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 അത് ഏപ്രിൽ 19 ആരംഭിക്കുന്നത്. അത് 7 ഘട്ടമായിട്ടാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഫലം വരുന്നത്, റിസൾട്ട് വരുന്നത് ജൂൺ 4 എന്ന് നമ്മൾ അറിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഏപ്രിൽ 26 ഇലക്ഷൻ എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്പം നീണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അത്രയും നാൾ നമ്മളുടെ മാർക്കറ്റ് കുഴപ്പകരമായിട്ടൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കും. പക്ഷെ പ്രീമിയം ഒക്കെ ഹൈ ആയിരിക്കും, അത് ശരിയാണ്. ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. എങ്കിലും വളരെ ടാലന്റ് ഉള്ള ട്രേഡേഴ്സിനായിരിക്കും ഈ സമയത്ത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കുക. കാരണം നമ്മൾ ഒരാഴ്ച പൈസ ഉണ്ടാക്കിയാൽ തന്നെയും അടുത്ത ആഴ്ച കൊണ്ട് കളയാനുള്ള ഒരു രീതിയിലുള്ള മാർക്കറ്റ് ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ കറക്റ്റായിട്ട് ഇടുക. കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ തന്നെ തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ചാർട്ടിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് ആദ്യമേ പോകും. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റ് നമുക്കറിയാം. നോക്കൂ, കഴിഞ്ഞ ദിവസം അതായത് നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം ട്രേഡ് ചെയ്ത വെള്ളിയാഴ്ച ട്രേഡ് ചെയ്ത് പോയി ക്ലോസ് ചെയ്തിരിക്കുന്ന അമേരിക്കൻ മാർക്കറ്റിന്റെ കണ്ടീഷനാണ് ഈ മുകളിൽ കിടക്കുന്നത്. ഡൗ ജോൺസ് ഒരു 190 പോയിന്റിന്റെ ഡൗൺ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ S&P 500 ഒരു 33 പോയിന്റ്, നാസ്ഡാക്ക് ഒരു 155 പോയിന്റിന്റെയും താഴ്ചയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബെയറിഷ് രീതിയിലാണ് US മാർക്കറ്റ് വന്നു നിൽക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കിയാലും അവിടെയും അത്ര സുഖകരമല്ലാത്ത ഒരു അവസ്ഥയാണ്. ടോട്ടലി ഏഷ്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്ര രസകരമല്ലാത്ത രീതിയിൽ തന്നെയാണ് എല്ലാ മാർക്കറ്റും ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. 20-ാം തീയതി ബുധനാഴ്ച ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരികയാണ് US-ൻ്റെത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് 5.50 എന്ന ആ ഒരു ശതമാനത്തിൽ തന്നെ നിലനിർത്തുമെന്നാണ്. നേരത്തെ അങ്ങനെയായിരുന്നു, 5.50% എന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് നിലനിർത്തിയാണ് ചെയ്തത് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, US ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും നമ്മളുടെ മാർക്കറ്റ് ക്രാഷ് ആവും. നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല, വേൾഡ് മാർക്കറ്റ് എല്ലാം ക്രാഷ് ആവും അല്ലേ. ഇനി അതല്ല, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിലോ ഒരു നല്ല ബുള്ളിഷിലേക്ക് മാർക്കറ്റ്, വേൾഡ് മാർക്കറ്റ്, നമ്മുടെ മാർക്കറ്റൊക്കെ പോകുവാനും സാധ്യതയുണ്ട്. പക്ഷെ നിലവിലുള്ള കണ്ടീഷൻ അനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് കരുതാൻ കഴിയുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് നേരത്തെ ഉണ്ടായിരുന്ന 5.5% എന്ന അവസ്ഥയെ തന്നെ നിലനിർത്തും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. എങ്കിലും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കേണ്ടത് തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം, നിഫ്റ്റിയിലേക്ക് തന്നെ വരാം. നമ്മൾ നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 ഡേ ചാർട്ട് നമ്മൾ നിഫ്റ്റിയിൽ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, നേരത്തെ ഉണ്ടായത്, അതായത് ഒരു 3 ദിവസം മുന്നേ, 3 ദിവസം വേണ്ട, നമുക്ക് ഈ 5-ാമത്തെ ദിവസം തന്നെ എടുക്കാം. 5-ാമത്തെ ദിവസം തന്നെ മാർക്കറ്റ് ഇവിടെ എന്തായിരുന്നു ക്രിയേറ്റ് ചെയ്തത്? ഒരു ബെയറിഷ് മാറുബോസു ക്യാൻഡിൽ തന്നെയാണ് ശരിക്കും ആ ദിവസം ഇവിടെ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. അന്നേ ഒരു ബെയറിഷ് രീതി കാണിച്ചു തുടങ്ങി മാർക്കറ്റ്. അതിനുശേഷമോ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വരുന്നു. അതിനുശേഷം
അതിശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ വന്ന് നമ്മളുടെ ഈ ഒരു ചാനലിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് അന്ന് കാണുവാൻ സാധിച്ചത്. 2 ദിവസം മുന്നേ ഉള്ള കേസാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ നിന്ന മാർക്കറ്റിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെയറിഷിലേക്ക് ഇറങ്ങാൻ പോകുന്നു മാർക്കറ്റ് എന്ന് ഏറെക്കുറെ ധാരണ വന്നു. കാരണം പ്രത്യേകിച്ച് സെബിയുടെ ചില സംസാരങ്ങൾ, മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മിഡ് സ്റ്റോക്ക്, സ്മോൾ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം ഘടകങ്ങളായിരുന്നു. ഇത് മാത്രമല്ല, ഇലക്ഷൻ വരുന്നു, ഇതിനൊരു കാരണം അതാക്കി എന്ന് മാത്രം നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ അടുത്ത ദിവസം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതാണ്, ഇവിടുന്ന് നല്ലൊരു ഷോർട്ട് കവറിംഗ് നടന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഷോർട്ട് കവറിങ്ങിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നായിരുന്നു നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ടൈറ്റിൽ തന്നെ, അല്ലേ? ഇതൊരു ചതിയാണോ എന്നതായിരുന്നു. പക്ഷെ നമുക്കിവിടെ ശരിക്കും ടെക്നിക്കലി കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മാർക്കറ്റ് ഓൾറെഡി നമ്മൾ ഈ വരച്ചിരുന്ന ഈ ഒരു ചാനലിന് പുറത്താണ് ക്ലോസ് ചെയ്തത് 3 ദിവസം മുന്നേ, ആണല്ലോ? ആണ്. അതിനുശേഷം ഷോർട്ട് കവറിംഗിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ആ ചാനലിന് തൊട്ട് താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ചാനലിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിൽ അവിടുന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്ന് താഴെ വന്ന് ക്ലോസ് ചെയ്തു. ഈ പച്ച ക്യാൻഡലിന്റെ കാര്യമാണ് പറയുന്നത്. അടുത്ത ദിവസം എന്ത് സംഭവിച്ചു? അടുത്ത ദിവസവും മാർക്കറ്റിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ താഴേക്ക് വന്ന ശേഷം ആ ബെയറിഷ് രീതി തന്നെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു 22,000 താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതാണ് അതിരസകരമായ സംഭവം. എന്നാൽ അവസാന നിമിഷം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ശേഷം ഒരു ആവറേജിംഗ് ഉണ്ട്. ആ ആവറേജിംഗ് ടൈമിൽ മാത്രമാണ് 22-ന് മുകളിൽ മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും മാർക്കറ്റ് 22,000-ന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ 50 മൂവിംഗ് ആവറേജ് ഉണ്ട്. ഈ മൂവിംഗ് ആവറേജിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ടുള്ള 21,800 എന്ന റേഞ്ച്. 21,800 തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു വലിയ പിടിവള്ളി എന്ന് പറയാം. ഇവിടം ബ്രേക്ക് ചെയ്താൽ ഒരു നല്ല ബെയറിഷിലോട്ട് മാർക്കറ്റ് വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ടുള്ള ഈ 21,800 എന്ന റേഞ്ച് നമുക്ക് പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി മുകളിലേക്ക് പോയാൽ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സഹായം വേണം എന്നത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ട് അത് കാണുവാനും സാധിക്കും. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു 1 ഡേ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഇതാണ് സംഭവം. മാർക്കറ്റ് ഒരു ബെയറിഷ് ടെറിട്ടറിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, ന്യൂസ് ബേസിലുള്ള കാര്യങ്ങൾ മാറ്റിമറിക്കാം. അതായത് ഒരു പക്ഷേ US-ന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ശക്തമായി കയറും മുകളിലേക്ക്. ഇനി അതല്ല നിലനിർത്തിയാൽ നോർമൽ റേഞ്ചിൽ ഈ ഒരു ബെയറിഷ്നെസ് തന്നെ നോർമലായിട്ട് നമ്മുടെ മാർക്കറ്റും നമ്മുടെ കണ്ടീഷനും അനുസരിച്ച് പോകുമെന്ന് പറയാം. ഇനി അതല്ല ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്രാഷ് വേൾഡ് മാർക്കറ്റിലും ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് ന്യൂസ് ബേസിൽ സംഭവം ഇങ്ങനെയാണ്. ഇനി മാർക്കറ്റ് മുകളിലേക്ക് ഒരു നല്ലൊരു ഷോർട്ട് കവറിംഗ് നടത്തി ഒരു നല്ല ബ്രേക്ക് ഔട്ട് നൽകി പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഈ വലിയ റെഡ് ക്യാൻഡിലിന്റെ ഹൈ എന്നത്. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കുവാൻ കണ്ണടച്ച് പറയാം 21,800 എന്നതാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ വീക്കിലി ചാർട്ട് എടുത്തൊന്ന് നോക്കാം, എന്തായിരിക്കും മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്ന്. ഞാൻ നേരത്തെ നിങ്ങളോടൊരു കഥ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. കഴിഞ്ഞ പ്രീ മാർക്കറ്റിലൊക്കെ സംസാരിക്കുക. നോക്കൂ, നമ്മൾ വരച്ചിരുന്ന ആ ഒരു ചാനലിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങളോട് വ്യാഴാഴ്ച നമ്മളുടെ പ്രീ മാർക്കറ്റിൽ സംസാരിച്ചിരുന്നു, വെള്ളിയാഴ്ചത്തെ ട്രേഡ് കൂടി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു വീക്കിലി ക്യാൻഡിൽ നോക്കുന്നതാണ് നല്ലതെന്ന്, അല്ലേ? വെള്ളിയാഴ്ച എന്താണ് ഇവിടെ സംഭവിച്ചിരുന്നത്? അതായത് വെള്ളിയാഴ്ച ഇവിടെ സംഭവിച്ചിരുന്നത് ഈ ക്യാൻഡിൽ ഈ ഒരു ഭാഗത്തായിരുന്നു, ഈ ഒരു റേഞ്ചിലായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീക്കിലി ക്യാൻഡിൽ മുകളിലേക്ക് പോയി ഒരു ഹാമർ ക്രിയേറ്റ് ചെയ്ത് നിൽക്കും. അതൊരു ബുള്ളിഷിന് സാധ്യതയുള്ള ഒരു മാർക്കറ്റായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് എന്താണ്? അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ബെയറിഷ് രീതിയിൽ തന്നെ മാർക്കറ്റ് വീക്കിലി ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. നിലവിൽ ഒരു നല്ല ബെയറിഷിലേക്ക് വരാനുള്ള മാർക്കറ്റായിട്ട് തന്നെയാണ് ടെക്നിക്കലി നോക്കുമ്പോൾ മാർക്കറ്റിൽ കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും പറയുന്നു, നമ്മുടെ US ഇൻട്രസ്റ്റ് റേറ്റ് എന്ന ആ ഒരു ഡിസിഷൻ മാർക്കറ്റിനെ സ്വാധീനിക്കും. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അത് സ്വാധീനിക്കും. ഇനി അതല്ല ന്യൂട്രൽ റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഈ നിലവിലുള്ള കണ്ടീഷനിലുള്ള ബെയറിഷ് രീതി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വിശ്വസിക്കാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മന്ത്ലി ക്യാൻഡിലേക്കാണ്. അതായത് നിഫ്റ്റിയുടെ മന്ത്ലി ക്യാൻഡിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മന്ത്ലി ക്യാൻഡിൽ എടുക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകുന്നുണ്ട്. ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. നല്ല രീതിയിൽ ബുള്ളിഷിൽ മുന്നേയുള്ള മാസങ്ങളൊക്കെ നീങ്ങിയ ഈ മാർക്കറ്റ് അതിനുശേഷം എന്താണ് ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കുതിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വന്നുവെങ്കിലും ശേഷം എന്താണ് ഒരു നല്ല ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്ന് ഒരു കുഴപ്പകരമായിട്ടുള്ള ക്യാൻഡിൽ ഫോം ചെയ്ത് നിൽക്കുന്നു. സോ ബെയറിഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ നിന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും മാർക്കറ്റിൽ മന്ത്ലി ബേസ് നോക്കിയാലും
ഒരു ബെയറിഷ് ഉണ്ട് എന്ന് കാണുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ബാങ്ക് നിഫ്റ്റിയുടെ റോൾ വളരെ വലുതാണ്. നോക്കൂ, നമ്മളുടെ ഈ ഒരു ചാനലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് അതിന്റെ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് നല്ല രീതിയിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ ബെയറിഷ് കാണിച്ചു. നേരത്തെ നോക്കൂ, ഒരു ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഇവിടെ രൂപപ്പെട്ടിരുന്നു അല്ലേ? അതിനുശേഷം ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബെയറിഷിലേക്ക് വന്ന ശേഷം നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? ഈ 50 മൂവിംഗ് ആവറേജിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന മാർക്കറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ? അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതും ബ്രേക്ക് ചെയ്ത് തൊട്ട് താഴെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. അതായത് 50 മൂവിംഗ് ആവറേജിന് തൊട്ട് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും അത്ര സുഖകരമല്ലാത്ത ഒരു കണ്ടീഷനാണ് നിലനിൽക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചാനൽ എന്നത് അതിൻ്റെ ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ്. കണ്ടില്ലേ? അത് നമുക്ക് ഏറെക്കുറെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ തന്നെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു റേഞ്ച്. അതായത് ഈ ഒരു റേഞ്ച് എന്ന് നമ്മളുടെ ചാനൽ എന്നത് ഈ ഒരു റേഞ്ചിലാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് എന്നത് വളരെ പ്രധാനമാണ്. അതേ സപ്പോർട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ചാനലിനുള്ള സപ്പോർട്ടും. അപ്പോൾ ആ റേഞ്ചിലേക്കൊക്കെ ഒരു പക്ഷേ മാർക്കറ്റ് വരാൻ ടെക്നിക്കലി ഉള്ള കാര്യമാണ് പറയുന്നത്. മാർക്കറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇവിടെ വന്ന് അത് ബ്രേക്ക് ചെയ്ത് താഴെ പോകുമോ അതോ ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാക്കുമോ എന്നത് നമുക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിൽ വാച്ച് ചെയ്യാം. ഇനി ഞാൻ നേരെ ഒരു വീക്കിലി ചാർട്ടിലേക്ക് വരികയാണ്. നോക്കൂ, വീക്കിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഓവറോൾ ഉള്ള ഒരു ക്യാൻഡിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബെയറിഷ് രീതി തന്നെ നിലനിർത്തുന്ന ഒരു മാർക്കറ്റായിട്ടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബെയറിഷ്നെസ് തന്നെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ വൺ ഡേ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ശരിയാണ് 50 മൂവിംഗ് ആവറേജിന് താഴെയാണ് ക്ലോസ് ചെയ്തതെങ്കിലും നമുക്കിത് തത്വത്തിൽ പറയാം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്നൊക്കെ പറയാം അല്ലേ? പക്ഷെ നമ്മൾ ഇൻഡിസിഷനേക്കാളും കുറച്ചുകൂടെ പറയുന്നത് നോക്കൂ, ഓരോ ദിവസവും മാർക്കറ്റ് ഓരോ ക്യാൻഡിൽ നോക്കിയാലും അറിയാം നേരത്തെ ഉണ്ടായിരുന്ന ക്ലോസിങ്ങിനേക്കാൾ തൊട്ട് താഴെയാണ് വന്ന് ക്ലോസ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ രങ്ങേ ദിവസമായാലും ലാസ്റ്റ് ഡേ ഉള്ള അവസ്ഥയായാലും എല്ലാം താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ബെയറിഷ് രീതി നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വിക്സ് ഒക്കെ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിൽ ഒരു നല്ല മൂവ്മെന്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ താഴേക്കായിക്കോട്ടെ മുകളിലോട്ടായിക്കോട്ടെ ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ പ്രത്യേകിച്ച് താഴേക്ക് വരാനുള്ള സാധ്യതയാണ്. വിക്സ് സ്പൈക്ക് ചെയ്യും. വളരെ ശ്രദ്ധയോടെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ USD INR കേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. USD INR കേസിലേക്ക് പോയാലും ഒരു നല്ലൊരു ബൗൺസ് ബാക്കും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നുവെങ്കിലും നമുക്ക് നോക്കാം. നമ്മളുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് അതെ അവിടെയും കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയിലാണ് മാർക്കറ്റ് അവിടെ നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ US ഡോളറിനെതിരെ നമ്മളുടെ ഇന്ത്യൻ റുപ്പീസിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നതാണിത്. ഇതും ഇവിടെ നിന്നൊരു റിജക്ഷൻ, അതായത് 50 മൂവിംഗ് ആവറേജിൽ നിന്നൊരു റിജക്ഷൻ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി മുന്നോട്ടുള്ള ദിവസം എങ്ങനെയാണ്. നിലവിൽ ഡോളറിന് ശക്തി പ്രാപിച്ച് നിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കത് വീക്കിലി ക്യാൻഡിൽ എടുത്തതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വീക്കിലി ക്യാൻഡിൽ എടുക്കുമ്പോൾ നമുക്കറിയാം അതെ വീക്കിലി ക്യാൻഡിൽ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. നോക്കൂ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് നിൽക്കുന്ന രീതി തന്നെയാണ്. ശരിയാണ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എങ്കിലും ക്യാൻഡിൽ വൈസ് നോക്കുമ്പോൾ നല്ലൊരു ബുള്ളിഷ് ആണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ മാർക്കറ്റ് താഴേക്ക് വരാം, അതായത് US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ സ്ട്രെങ്ത് കുറയുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ ബെയറിഷിനെ കൂടുതൽ സാധൂകരിക്കുന്ന രീതിയാണ് ഇവിടെയും കാണുവാൻ സാധിക്കുന്നത്. ഞാൻ നേരെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നാൽ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ നോക്കുന്നത്. അത് ആദ്യം നമുക്ക് എടുത്ത് നോക്കാം. നോക്കൂ, ആദ്യം നമുക്കൊരു ഫുൾ ഡേ എടുത്ത് നോക്കാം. ഫുൾ ഡേ എടുത്ത് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ആണത്. 22,000-ലും 22,050, 22,100-ലൊക്കെ നല്ല രീതിയിൽ ഹോൾസെല്ലേഴ്സ് കയറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇത് ഫുൾ ഡേ ആണ്. നല്ല രീതിയിലായിരുന്നു വെള്ളിയാഴ്ച ഹോൾസെല്ലേഴ്സ് വന്ന് കൂടിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. മാർക്കറ്റ് താഴേക്ക് വീടും എന്നതിനെ കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓയ ബിൽഡപ്പാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അവസാന 5 മിനിറ്റിൽ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. നോക്കൂ, തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് തന്നെയാണ്. അതായത് 22,000 എന്ന ഈ ഒരു സ്ട്രൈക്കിലുള്ള പുട്ട് ബില്ലേഴ്സ്, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് പറയുന്ന ആളുകൾ അൺവൈൻഡിങ് നടത്തിയിരിക്കുന്നു. നല്ല രീതിയിലുള്ള ഒരു അൺവൈൻഡിങ് ഇവിടെ വന്നിരിക്കുന്നു എന്നതും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞത് കുറച്ചുകൂടെ സാധൂകരിച്ചിരിക്കുന്നു. 22,000-നും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. കാരണം കോൾ സെല്ലേഴ്സ് വളരെ സ്ട്രെങ്ത് എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓവറോൾ ഓയ ബിൽഡപ്പ് നോക്കിയാലോ. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ തത്വത്തിൽ നമുക്ക് ഓവറോൾ ഓയ ബിൽഡപ്പ് കാണുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഒരു സ്ട്രാഡിൽ 22,000 രൂപപ്പെടുന്നതായിട്ടാണ് അല്ലേ. പക്ഷെ ശരിക്കും നോക്കുവാണെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊക്കെ പോയി നോക്കിയല്ലേ. അപ്പോൾ
കോൾ സെല്ലേഴ്സിന് തന്നെയാണ് കുറച്ച് സ്ട്രെങ്ത് ഉള്ളതെന്ന് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് PCR നോക്കിക്കഴിഞ്ഞാൽ 0.80 ശരിയാണ്, ഒരു ന്യൂട്രൽ റേഞ്ചിലാണ് പോകുന്നത്. ഓവറോൾ നോക്കിയാലും 0.9 ആണ്, ഒരു ന്യൂട്രൽ റേഞ്ച് കുഴപ്പമില്ലാതെ നിൽക്കുന്നു തോന്നുമെങ്കിൽ തന്നെയും മാർക്കറ്റിൽ ഒരു ബെയറിഷ് രീതി ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷെ ഓർക്കുക, ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ മാർക്കറ്റിനെ മാറ്റിമറിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആ കാര്യം മറക്കാതിരിക്കുക. പെട്ടെന്ന് നല്ല ബെയറിഷ് ഉള്ള ഒരു മാർക്കറ്റിനെ ബുള്ളിഷ് ആക്കാൻ ഒരു നല്ലൊരു ന്യൂസിന് സാധിക്കുമെന്ന കാര്യം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ബുള്ളിഷായ മാർക്കറ്റിനെ നല്ല ബെയറിഷിലേക്ക് കൊണ്ടുവരാൻ ഒരു ന്യൂസിന് സാധിക്കും, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇവന്റിന് സാധിക്കും എന്ന കാര്യം മറക്കാതിരിക്കുക. അങ്ങനെ ഒരു ഇവന്റ് നമുക്ക് ബുധനാഴ്ച ഉണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. US-ന്റെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്കിനി FISന്റെ ഡീറ്റെയിലേക്ക് പോകാം. FISന്റെ ഡീറ്റെയിൽ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ക്യാഷ് മാർക്കറ്റിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം. ക്യാഷ് മാർക്കറ്റിൽ FISന്റെ ഒരു പ്രാതിനിധ്യം വളരെ കുറവാണ്. ചെറിയ, അതായത് 849 കോടിക്ക് മാത്രം അവർ ബൈ ചെയ്തു. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ 682 കോടിക്ക് DS സെല്ലും ചെയ്തു. ഒരു ന്യൂട്രൽ റേഞ്ച്, പ്രത്യേകിച്ച് അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു. ഇവിടെ അതിനെക്കുറിച്ച് നമുക്ക് പരാമർശിക്കേണ്ട. നേരെ നമുക്ക് സമ്മറി എടുക്കാം. സമ്മറി എടുത്ത ശേഷം നമ്മൾ എന്നും നോക്കുന്ന FISന്റെ ഡീറ്റെയിൽ നോക്കാം. നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നാലോ, കോൾ അവർ ബൈ ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന രീതിയിൽ കോൾ ബൈ ചെയ്തേക്കുന്നത് 49,000 മാത്രമാണ്. 49,000 മാത്രമാണെന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഇനി നേരെ ഇങ്ങോട്ട് വന്നേ, പുട്ട് എന്താണ് അവർ ചെയ്തിരിക്കുന്നത്? പുട്ട് ബൈ ചെയ്തിരിക്കുന്നു. ബൈ ചെയ്യുമെന്ന് വെച്ചാൽ മാർക്കറ്റ് താഴേക്ക് വരും എന്ന രീതിയിൽ അവർ 1.09 1 ലാഖിന് മുകളിൽ അവർ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരും എന്ന രീതിയിൽ തന്നെയാണ് FISന്റെ പ്രതികരണങ്ങൾ ഡേറ്റ വെച്ച് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് പ്രോസിലേക്ക് വന്നാലോ, പ്രോസും ഏറെക്കുറെ അതേ റേഞ്ചിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വരുമെന്നുള്ള രീതി കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാൾ അവർ സെല്ല് ചെയ്തേക്കുന്നത് ഒരു 1.13 ലാഖിനാണെന്ന് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പുട്ട് ബൈ ചെയ്തേക്കുന്നത് 1.67 ലാഖിനാണെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ രണ്ടും ബെയറിഷാണ്. FISും പ്രോസും നല്ലൊരു ബെയറിഷിലേക്ക് വരുന്നതായിട്ട് ഡേറ്റകൾ ഇവിടെ കാണിക്കുന്നു. ഇനി ക്ലയന്റിന്റെ കേസ് എടുത്താലോ, ഇതിനെതിരായിട്ട് തന്നെയായിരിക്കും ക്ലയന്റിന്റെ പ്രവർത്തനം. ഇവിടെ ക്ലയന്റ് നല്ല ബുള്ളിഷിലുമാണെന്ന് കാണാൻ സാധിക്കുന്നു. ക്ലയന്റ് എന്താണോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അതിന് അഗൻസ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇവിടെ പ്രോസും FISും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവരുടെ പൈസയാണ് ഈ FISും പ്രോസും ഒക്കെ അടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് പ്രോസും FISും എന്ത് ചെയ്യുന്നു എന്ന രീതി തന്നെയാണ് അപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഡേറ്റ വെച്ച് കാണുവാൻ സാധിക്കുന്നത് നല്ലൊരു ബെയറിഷിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് ഡേറ്റ വെച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. നിരവധി ആളുകൾ നമ്മുടെ കോഴ്സിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. 40% നമ്മുടെ കോഴ്സിൽ ലേഡീസ് ആണ്. അത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മലയാളികൾ നിരവധി ആളുകളുണ്ട്. അതുപോലെ തന്നെ 70 വയസ്സിന് മുകളിലുള്ള നിരവധി ആളുകൾ നമ്മുടെ കോഴ്സിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ചെറുപ്പക്കാർ നമ്മുടെ കോഴ്സിലുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരേ രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ട് പോകുന്നു, വിജയിച്ച് തന്നെ പോകുന്നു. ഒരു ബിസിനസ്സായിട്ട് ഇതിനെ എങ്ങനെ കാണാം, അതേ രീതിയിൽ എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കോഴ്സാണ്. മലയാളത്തിലുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ എത്ര തിരക്കുള്ള ആളായിക്കോട്ടെ, നിങ്ങൾക്ക് 27 വീഡിയോസാണ് നിങ്ങൾ അയച്ചു തരുന്നത്. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങളുടെ സമയം അനുസരിച്ചിരുന്ന് കാണാം. ഇതിന് സമയ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ എപ്പോൾ ഫ്രീ ആവുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സിൽ പങ്കെടുത്ത് വളരെ മനോഹരമായിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് തുടക്കം മുതൽ ഒരു പ്രോ ലെവൽ വരെ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്നത് വ്യക്തമായി കൊടുത്തിരിക്കുന്ന ക്ലാസ്സാണ്. ഇവിടെ ഓരോ ആളുകളൊക്കെ 50,000 60,000 ലക്ഷങ്ങളും വാങ്ങിച്ച് പഠിപ്പിക്കുന്നതൊക്കെ വളരെ തുച്ഛമായ ഒരു എമൗണ്ടിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ആ ക്ലാസ് കൊടുത്തിട്ടുള്ളത്. അത്രയേറെ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. ഈ ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് വേറൊരു കോഴ്സ് തേടി പോകേണ്ട ആവശ്യമില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ലൈഫ് ലോങ് സപ്പോർട്ടുണ്ട്. ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യും. അതും ലൈഫ് ലോങ് ആയിരിക്കും. എല്ലാ സപ്പോർട്ടോടും കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ്. താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ആഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.